ഹായ് ഒരുവൺ, നമ്മൾ ചിന്തിക്കുന്നത് ജെനസിസ് ചാപ്റ്റർ 19 ആണ്. ഉൽപ്പത്തി 19 അധ്യായം. അവിടെ സോതോമിനും ഗൊമോറയും ദൈവം നശിപ്പിക്കുന്ന ആ ഒരു ചിത്രം നമുക്ക് അവിടെ കാണുവാനിടയാകുന്നുണ്ട്. അബ്രഹാമിൻ്റെ അടുക്കിലേക്ക് ആദ്യം 3 വ്യക്തികൾ വന്നിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടു. അതിൽ ഒരാൾ ദൈവവും മറ്റ് 2 ദൂതന്മാരും വരുന്നു. അതിലെ ദൂതന്മാർ 2 പേരും സോതോമിലേക്ക് അവർ നടന്നു പോവുകയായിരുന്നു. അങ്ങനെ അപ്പോൾ അബ്രഹാമിനോട് ദൈവം കുറേ കാര്യങ്ങൾ പറയുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. അങ്ങനെ നമ്മൾ 19 അധ്യായം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ദൂതന്മാർ സോതോമിലേക്ക് എത്തിച്ചേർന്നപ്പോൾ ലോത്ത് അവിടെ സോതോമിൻ്റെ വാതിൽക്കൽ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ലോത്ത് ആദ്യമേ സോതോമിൻ്റെ അടുക്കലായിരുന്നു ടെൻ്റ് അടിച്ചത്. അത് ടെൻ്റ് അടിച്ച് ഒടുവിൽ സോതോമിനുള്ളിലായി തൻ്റെ താമസം. അങ്ങനെ സോതോമിലെ ഇപ്പം വലിയൊരു വ്യക്തിയായിട്ട്, അവിടുത്തെ ഒരു ഇച്ചിരി വലിയൊരു വ്യക്തിയായിട്ട് ലോത്ത് അവിടെ മാറി തീർന്നു. അങ്ങനെ താൻ അവിടെ സോതോമിൻ്റെ വാതിൽക്കൽ താൻ അവിടെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് ഈ ദൂതന്മാർ അവിടേക്ക് ചെല്ലുന്നത്. ഈ ദൂതന്മാർ അവിടേക്ക് ചെന്നപ്പോൾ ലോത്ത് അവരെ സ്വീകരിച്ചു. അവർ വീട്ടിലേക്ക് താമസിക്കണം നിർബന്ധിച്ച്. അവർ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എന്നിട്ടും സമ്മതിക്കാതെ ലോത്ത് അവരെ നിർബന്ധിച്ച് പിന്നെ അവർ സമ്മതിച്ച് അവരവിടെ താമസിക്കുകയായിരുന്നു. അപ്പം ലോത്തിൻ്റെ ആ കാര്യം നോക്കുകയാണെങ്കിൽ ആദ്യമേ സോതോമിൻ്റെ അടുത്ത് കുറച്ച് മാറിയായിരുന്നു ടെൻ്റ് അടിച്ചത്. പക്ഷെ താൻ സമയം കഴിയും തോറും താൻ അതിൻ്റെ അടുക്കിലേക്ക് മാറി ഒടുവിൽ താൻ അതിൻ്റെ ഉള്ളിലേക്ക് താൻ താമസമാക്കാനിടയിൽ. ഇതുപോലെ തന്നെ പാപത്തിൻ്റെ അവസ്ഥ. നമ്മളുടെ ചുറ്റും എപ്പോഴും പാപമുണ്ട്. പാപം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ പലതുമുണ്ട്. നമ്മൾ അതുമായിട്ട് കുറേ സമയം നമ്മൾ അതുമായിട്ട് എക്സ്പോസ്ഡ് ആയി കഴിയുമ്പോൾ നമ്മൾ അതിൽ വീഴുവാൻ സാധ്യതയുണ്ട്. അതാണ് ലോത്തിന് സംഭവിച്ചത്. ലോത്തും ആ സോതോമിൻ്റെ അടുക്കിലേക്ക് മാറി അവർ താൻ അവിടെ സമയം ചെലവഴിക്കുകയും തോറും താൻ സോതോമിലേക്ക് തന്നെ നീങ്ങി ഒടുവിൽ താൻ സോതോമിനുള്ളിലേക്ക് താൻ താമസം മാറ്റേണ്ടിയെത്തുന്നു. അങ്ങനെ താൻ ആ താമസം മാറ്റേണ്ടി തൻ്റെ കാഴ്ചപ്പാട് മുഴുവനും മാറിപ്പോയതായിട്ട് നമ്മളവിടെ കാണുന്നുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, പുരുഷന്മാരെ വീട്ടിലേക്ക് താമസിക്കുമ്പോൾ സോതോമിലുള്ളവരും ആ വീട് ചുറ്റും വളഞ്ഞ് അതിൽ കൊച്ചു പ്രായമുള്ളവർ തൊട്ട് വലിയവർ വൃദ്ധന്മാർ വരെ ഉള്ളവർ, ആബാലവൃദ്ധം എന്നാണ് പറയുന്നത്. അപ്പോൾ ചെറിയ പ്രായമുള്ളവർ തൊട്ട് വൃദ്ധന്മാർ വരെ ഉള്ളവർ ആ വീട് ചുറ്റും വളഞ്ഞിട്ട് അവിടെ ലോത്തിനോട് പറയാണ്, നിങ്ങൾ കൊണ്ടുവന്ന 2 പുരുഷന്മാരെ നിങ്ങൾ തുറന്നിങ്ങ് വിടുക, ഞങ്ങൾ അവരെ റേപ്പ് ചെയ്യട്ടെ എന്നാണ് അവിടെ പറയുന്നത്. അപ്പം അവിടുത്തെ പ്രശ്നം അതായിരുന്നു. അവരൊക്കെയും സോതോമിലുള്ളവർക്ക് ഹോമോസെക്ഷൽസ് ആയിരുന്നു. അപ്പോഴാണ് ലോത്തിൻ്റെ ഒരു മറുപടി അവിടെ ഉള്ളത്. അതാണ് ലോത്തിൻ്റെ ജീവിതം നോക്കുമ്പോൾ ഏറ്റവും അധപ്പതിച്ചൊരവസ്ഥയായിരുന്നു ലോത്തിനോട് ഉണ്ടായിരുന്നെന്ന് മനസ്സിലാകുന്നുണ്ട്. കാരണം ലോത്ത് പറഞ്ഞൊരു മറുപടി, അവരെ ഒന്നും ചെയ്യരുത്, എൻ്റെ 2 പെൺമക്കളുണ്ട്, അവര് വെർജിൻസ് ആണ്, അവരെ ഞാൻ നിങ്ങൾക്ക് തരാം, അവരെ നിങ്ങൾ എന്ത് വേണം ചെയ്തോളായിരുന്നു. ഇത്രമാത്രം അധപ്പതിച്ച അവസ്ഥയിലേക്ക് ലോത്ത് എത്തിച്ചേരുവാൻ ഇടയായി തീർന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, താൻ ജീവിച്ച ആ സാഹചര്യങ്ങളുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് താൻ ആ ഒരു അവസ്ഥയിലേക്ക് താനോട് എത്തിച്ചേരുവാൻ ഇടയായി തീർന്നു. പക്ഷെ അവർ പറഞ്ഞു പറ്റത്തില്ല, ഇനി ഞങ്ങൾക്ക് ഇവരെ തന്നെ വേണം എന്ന് പറഞ്ഞ് ആ സോതോമിലുള്ള ജനങ്ങൾ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി. അങ്ങനെ ബഹളം ഉണ്ടാക്കിയപ്പോൾ ഈ മനുഷ്യർ അതിനകത്ത് ദൂതന്മാര് അവരെ ലോത്തിനെ വലിച്ച് വീടിനകത്തേക്ക് ഇട്ട് ഡോർ അടച്ച്. അപ്പോൾ ആ വാതിലിനടുക്കൽ നിന്ന ആ വ്യക്തികളെ അവർക്കെല്ലാം അന്ധത കൊടുത്തു. അവരെല്ലാം കണ്ണ് ബ്ലൈൻഡായി പോയതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ലോകത്തപ്പം അത്രമാത്രം മോറലി നോക്കുമ്പോൾ അത്രമാത്രം മോശമായി എന്നുള്ളൊരു കാര്യം നമുക്കവിടെ കാണുന്നുണ്ട്. കാരണം നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ലോത്ത് അവിടെ ആ സമയത്തവിടെ പറഞ്ഞത്. അത് നമുക്കൊന്നും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമാണ് ലോത്ത് അവിടെ പറഞ്ഞത്. അതുകൊണ്ട് അവിശ്വാസികളായിട്ടുള്ള ആ ഇണയില്ല വീണ് ഉറപ്പായിട്ടും നമ്മളെ വിശ്വാസം പുറത്ത് കൊണ്ടുപോകാനായിട്ടും നമ്മളെ മുഴുവനായിട്ട് മാറ്റുവാനായിട്ടും അത് ഇടയാകും എന്നുള്ളൊരു കാര്യം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ അതങ്ങനെ സംഭവിച്ചു. ഒടുവിൽ ഈ ദൂതന്മാർ പറഞ്ഞു, ദൈവം ഈ സോതോമിനെയൊക്കെ നശിപ്പിക്കാൻ പോവുകയാണ്, ഇവിടെ നിന്ന് പുറത്തു പോകണം എന്ന് പറഞ്ഞപ്പോൾ ലോത്തിന് അവിടെ ഒരു മടിയാണ് ഉണ്ടായത്. കാരണം തൻ്റെ സമ്പത്തും തൻ്റെ സ്വത്തും എല്ലാം അവിടെ കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ നശിച്ചു പോകുന്നതിൻ്റെ ആ ഒരു സങ്കടം തനിക്കുണ്ടായിരുന്നു, ആ ഒരു ബുദ്ധിമുട്ട് തനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ദൂതന്മാർ പിടിച്ച് വലിച്ചിറക്കിക്കൊണ്ടാണ് അവിടെ നിന്ന് കൊണ്ടുപോകാനിടയായി തീർന്നത്. അതിൻ്റെ മുൻപേ നമുക്ക് ചില കാര്യങ്ങളും കൂടി ഉണ്ട്. അത് ലോത്തിനോട് പറഞ്ഞ് നിങ്ങൾക്ക് മക്കളും മരുമക്കളും അവരെയൊക്കെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ അവരവിടെ ചെന്നപ്പോൾ
മരുമക്കളെന്ന് പറയുമ്പോൾ ആ സമയത്ത് ശരിക്കും ലോത്തിന്റെ മക്കളും പെൺമക്കളുമായിട്ട് അവർ എൻഗേജ്ഡ് ആയിട്ടേ ഉള്ളൂ, അവർ വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ ആ സമയത്ത് വിവാഹം കഴിയുന്ന പോലൊക്കെ തന്നെ പ്രാധാന്യമുള്ള ഒരു ഘട്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ മരുമക്കളെന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ സൺ-ഇൻ-ലോസിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഇതുപോലെ ദൈവം തീയിട്ട് ഇതെല്ലാം നശിപ്പിക്കാൻ പോവുകയാണ്, ഇവിടെ നിന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞപ്പോൾ അവരത് സീരിയസ് ആയിട്ട് എടുത്തില്ല. അവരത് ലോത്ത് തമാശ പറയുകയാണെന്നാണ് അവരോട് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് മറ്റൊരു കാര്യം മനസ്സിലാക്കുന്നത്, ലോത്ത് ഈ സോതോമിലേക്ക് താമസം മാറിക്കഴിഞ്ഞപ്പോൾ തൻ്റെ പെൺമക്കളെ വിവാഹം കഴിക്കാൻ വന്നതും സോതോമിലുള്ള ആൾക്കാരായിരുന്നു. അപ്പം അവിശ്വാസികളായിട്ടുള്ള അതിലേക്ക് ജാതികളായിട്ടുള്ള അതിലേക്ക് കയറി അവിശ്വാസികളായിട്ടുള്ളവരുടെ കൂടെ താൻ അവിടെ ആയിരുന്നു. അവരുടെ പല മോറൽ സ്വഭാവങ്ങളിലേക്ക് വന്നു. പെൺമക്കളെ വരെ അവർക്ക് കൊടുക്കുവാനായിട്ട് ഒരു മടിയില്ലാത്തൊരു മാനസിക അവസ്ഥയിലേക്ക് എത്തി. അതുപോലെ തന്നെ ആ പെൺമക്കൾ വിവാഹം കഴിക്കാനായിട്ട് കൊടുക്കുവാനായിട്ട് വെച്ചതും അവിടെയുള്ള ആൾക്കാരായിരുന്നു. അപ്പൊ അത്രമാത്രം തൻ്റെ ആ ജീവിതം അത്രമാത്രം അധപ്പതിച്ചു പോയി എന്ന് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ അവര് പറഞ്ഞപ്പം മരുമക്കൾ പറഞ്ഞു, ഞങ്ങൾ വരുത്തില്ല, നിങ്ങൾക്ക് നിങ്ങളെന്തിങ്ങനെ പറയുന്നത്, നിങ്ങൾ ചുമ്മാ തമാശ പറയാണ് എന്നൊക്കെ പറഞ്ഞ അതങ്ങനെ അവസാനിച്ച് അങ്ങനെ ഏറ്റവും അവസാനം ദൂതന്മാർ പിടിച്ചു വലിച്ചുകൊണ്ടാണ് ലോത്തിനെ അവിടെ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നത്. കാരണം ലോത്തിന് അവിടെ വിട്ടു പോരാൻ ഭയങ്കര മടിയായിരുന്നു. കാരണം തൻ്റെ സ്വത്തും എല്ലാം അവിടെ കിടക്കുകയായിരുന്നു. അപ്പോൾ ദൈവം പറയുന്നതിനേക്കാളും തനിക്ക് തൻ്റെ പൊസിഷൻസ് ആയിരുന്നു തനിക്ക് വലുതായിരുന്നു. അതുകൊണ്ട് തനിക്ക് ഇറങ്ങാൻ ഭയങ്കര മടിയായിട്ട് ദൂതം പിടിച്ച് വലിച്ചിറക്കിക്കൊണ്ടാണ് പോയത്. അപ്പം ദൈവം അത്രത്തോളം ദീർഘക്ഷമ കാണിക്കാൻ കാരണം ഉറപ്പായിട്ട് അബ്രഹാമിനോടുള്ള ആ ഒരു ബന്ധം കൊണ്ട് മാത്രമാണ്. കാരണം അബ്രഹാം പറഞ്ഞത് ആ സോതോമിനെ നശിപ്പിക്കാതിരിക്കണം, അറ്റ്ലീസ്റ്റ് ഒരു 10 നീതിമാന്മാരുണ്ടെങ്കിൽ അത് നശിപ്പിക്കല്ലെന്ന് പറഞ്ഞപ്പോൾ ദൈവം സമ്മതിച്ചതാണ്. അപ്പം ചുരുക്കി പറഞ്ഞ അവരുടെ നീതിമാന്മാരെ 10 ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ ദൈവം അവിടെ നശിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ അബ്രഹാമിനോടുള്ള ദൈവത്തിന്റെ സ്നേഹം, അബ്രഹാമിന്റെ ദൈവത്തോടുള്ള കടപ്പാട്, ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം ലോത്തിനെ ദൈവം നശിപ്പിച്ചില്ല. ലോത്തിനെ അവിടെ നിന്ന് ഇറങ്ങാൻ മടിയായിട്ട് പോലും നിർബന്ധിച്ച് പിടിച്ചു വലിച്ചായിരുന്നു അവിടെ നിന്നും ഇറക്കിയത്. അങ്ങനെ തന്നെ അവിടെ നിന്ന് ഓടി മലമുകളിലൊക്കെ പോകുമ്പോട്ട് തനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ അടുത്തുള്ള സിറ്റിയിലോട്ട് പോയി. അതിനുശേഷം ദൈവം അവിടെ വലിയ ഗന്ധവും തീയൊക്കെ വിട്ട് അവിടെ സോതം മൊത്തം നശിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ സോതം നശിപ്പിക്കുന്ന സമയത്ത് ലോത്തിന്റെ ഭാര്യ താൻ തിരിഞ്ഞു നോക്കി. കാരണം തൻ്റെ സ്വത്തുക്കളും സാധനങ്ങളും എല്ലാം അവിടെ കിടക്കും. അപ്പോൾ തനിക്ക് ദൂതന്മാർ പറഞ്ഞ തിരിഞ്ഞു നോക്കരുത്, എന്ത് സംഭവിച്ചാലും തിരിഞ്ഞു നോക്കരുത് എന്ന് പറഞ്ഞത്. പക്ഷെ ലോത്തിന്റെ ഭാര്യയുടെ മനസ്സ് സോതോമിലായിരുന്നു കിടന്നത്, അവിടെ ഉണ്ടായിരുന്ന തൻ്റെ കാര്യങ്ങളായിരുന്നു കിടന്നത്. അതുകൊണ്ട് താൻ അവിടെ തിരിഞ്ഞു നോക്കി. അപ്പോൾ തന്നെ താൻ ഉപ്പ് തൂണായി മാറാനിടയെത്തും. അപ്പോൾ ചില തെറ്റുകൾ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ കോൺസിക്വൻസ് നമ്മൾ അത് ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം ഇത്രയും പുറത്തിറക്കി ദൈവം ഇങ്ങനെ കൊണ്ടുവന്നു, എന്നിട്ട് പോലും അവരുടെ ഹാർട്ട് ആ സോതോമിലും അവിടെയുള്ള അവരുടെ പൊസഷൻസിലുമായിരുന്നു, അവരുടെ അവിടെയുള്ള സ്വത്തുക്കളിലായിരുന്നു അവരുടെ ചിന്ത ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ചെയ്യില്ലെന്ന് പറഞ്ഞ ഞാൻ ചെയ്തു, അതിനുള്ള ശിക്ഷ കിട്ടി, അതിൻ്റെ കോൺസിക്വൻസ് അത് ഫേസ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ലോത്തിന്റെ ഭാര്യ അവിടെ ഉപ്പ് തൂണായി മാറി. അങ്ങനെ സോവാർ എന്നുള്ള സ്ഥലത്തായിരുന്നു ലോത്തും പെൺമക്കളും താമസിച്ചുകൊണ്ടിരുന്നത്. ലോത്തും തൻ്റെ 2 പെൺമക്കളും അവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അവിടെ നിന്നും പുറത്തിറങ്ങി അവരവിടെ കേവിൽ, അവരൊരു ഗുഹയിലായിരുന്നു അവരവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. അവരെന്തുകൊണ്ട് ആ പട്ടണത്തിൽ നിന്ന് പുറത്തിറങ്ങി നമുക്കറിയില്ല. എന്തോ കാരണം കൊണ്ട് അവരവിടെ നിന്ന് പുറത്തിറങ്ങി ഗുഹയിലാണ് താമസിച്ചിട്ടുണ്ട്. അപ്പോൾ ഗുഹയിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ ലോത്തിന്റെ പെൺമക്കൾക്ക് ചിന്ത വന്നു, ഇനി നമുക്ക് പുരുഷന്മാരെ ഒന്നും നമുക്ക് കിട്ടുകയില്ല, അതുകൊണ്ട് നമുക്ക് അപ്പനിലൂടെ നമുക്ക് സന്തതി ജനിപ്പിക്കാന്നുള്ളത്. അത് അതിലും മോശകരമായിട്ടുള്ള ചിന്താഗതിയിലേക്കാണ് അവരെത്തിയത്. കാരണം സ്വന്തം അപ്പനിൽ നിന്ന് മക്കളെ ജനിപ്പിക്കാനുള്ള ഒരു ചിന്ത. അതുകൊണ്ട് തന്നെ ലോത്ത് വീഞ്ഞു കുടിച്ച് അവിടെ കിടന്ന സമയത്ത് അവർ കയറി ചെന്ന് അങ്ങനെ അപ്പനിലൂടെ മക്കളെ ജനിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആ മക്കളിൽ ഒരാൾ മോവാബ് എന്നുള്ള ജനം അങ്ങനെ വന്നു. മറ്റേത് അമോര്യർ, അമ്നോൻ എന്നുള്ള ജനം രണ്ടാമത്തെ മകളിൽ നിന്നും വരുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ ഈ 2 ജനതയും നമുക്കറിയാം ഇസ്രായേൽ മക്കൾക്കായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു ജനതയായിരുന്നു അവരെന്ന് നമുക്കവിടെ കാണുവാൻ ഇടയാകുന്നുണ്ട്. അപ്പോൾ
നമ്മൾ അതുകൊണ്ട് നമ്മൾ ആ പുറകോട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ എപ്പോഴൊക്കെയാണോ ദൈവഹിതത്തിൽ നിന്ന് മാറിപ്പോയിട്ടൊരു ജനത ഉണ്ടാകുന്നത്, അവരൊക്കെയും ഇസ്രായേൽ മക്കൾക്ക് ഒരു പ്രശ്നമായിട്ട് വൈരിയായിട്ട് വരുന്ന ഒരവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. ആദ്യം ഇസ്മായിലിന്റെ കാര്യം വന്നപ്പോൾ തന്നെ അബ്രഹാം സ്വന്തം ഇഷ്ടപ്രകാരം, അബ്രഹാം സാറേ സ്വന്തം പ്ലാനിൽ ഓരോ കാര്യങ്ങളും ചെയ്തു. അത് ഇസ്മായിൽ എന്നുള്ള ആ ജനതയുണ്ടായി. അവർക്ക് ഇസ്രായേൽ മക്കളുമായിട്ട് ഇപ്പോഴും ശത്രുതയാണ്. ഇസ്മായിൽ എന്ന് പറഞ്ഞാൽ അറബ് നേഷൻസ്, അവർക്ക് ഇസ്രായേലുമായിട്ട് ശത്രുത്വമായിട്ട് അവർ നിൽക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഈ മോവാബിയർ, നമ്മൾ ബൈബിൾ ചരിത്രം നോക്കുമ്പോൾ ഈ മോവാബിയർ അമോര്യരും അവരും ഇസ്രായേൽ മക്കളുമായിട്ട് ശത്രുത നിൽക്കുന്ന ഒരു ജനമായിരുന്നു. അപ്പോൾ ഈ രണ്ട് ജനത ഉണ്ടാകാൻ കാരണം ആ ദൈവത്തിൽ നിന്ന് ലോത്ത് അകന്ന് സോതോമിലുള്ള അവിശ്വാസികളായിട്ട് ഇടപഴകി അവരുടെ പല ചിന്താഗതികളും അല്ലെങ്കിൽ അവരുടെ മോറൽ സ്റ്റാൻഡേർഡിലേക്ക് ലോത്തുമായി തീർന്നു. അതുപോലെ തന്നെ ലോത്തിന്റെ പെൺമക്കളും ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരേണ്ടിയെത്തുന്നത്. അതുകൊണ്ട് തന്നെ അവിശ്വാസികളുമായിട്ടുള്ള ഇണയിലപ്പണ് അല്ലെങ്കിൽ മാരേജ് പോലുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴൊക്കെയും ആ വിശ്വാസം നമ്മൾ ചെയ്യാൻ പാടില്ല. കാരണം നമ്മളെ വിശ്വാസത്തിന് പുറകോട്ട് കൊണ്ടുപോകാനായിട്ടും നമ്മൾ വിശ്വാസം ഇല്ലാതാക്കുവാനായിട്ടും നമ്മളുടെ മൊറാലിറ്റി തന്നെ മൊത്തം മാറുവാനായിട്ടും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആയിട്ടുള്ള ഒരു വ്യക്തിയായി തീരുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് അവിശ്വാസികളുമായിട്ട് ഇണയില്ലാപ്പെടെ കൂടെ എന്നതുകൊണ്ടാണ് വചനത്തിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ലോത്തിന്റെ ജീവിതം, ലോത്തിന്റെ പെൺമക്കളുടെ ജീവിതം, അവരൊക്കെ ലോത്തിന്റെ വൈഫിനുണ്ടായ കാര്യങ്ങൾ, അപ്പോൾ ഇതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർ ചെയ്ത തെറ്റുകളൊന്നും നമ്മൾ ചെയ്യരുത് എന്നുള്ളൊരു രസമാണ് നമുക്കിവിടെ മെയിനായിട്ടുള്ളത്. നമ്മൾ നോക്കുമ്പോൾ ദുഃഖകരമായിട്ടുള്ള, നമുക്ക് സങ്കടം തോന്നുന്ന പല കാര്യങ്ങളുമാണ് അവിടെ സംഭവിച്ചത്. നമ്മൾക്ക് അങ്ങോട്ട് ചിന്തിക്കാൻ, നമ്മളുടെ മനുഷ്യനെന്തെങ്കിലും ഉൾക്കൊള്ളാനും പറ്റാത്ത ചില കാര്യങ്ങൾ, ചില പ്രവൃത്തികളും ഒക്കെയാണ് അവിടെ ചെയ്യുകയൊക്കെ ചെയ്തത്. അതൊക്കെ നമുക്ക് പല കാര്യങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പോലും നമുക്ക് പറ്റത്തില്ല. പക്ഷേ അതിനെല്ലാം കാരണം അവിശ്വാസികളുമായിട്ടുള്ള ഇണയില്ല പിണയാണ് അതിനെല്ലാം പ്രശ്നമായിട്ട് തോന്നുന്നു. അതിനർത്ഥം നമ്മൾ അവിശ്വാസികളുടെ മിണ്ടരുതെന്നല്ല, പക്ഷെ അവരുമായിട്ട് ഇതുപോലുള്ള ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. മാരേജ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ അവരുമായിട്ട് പാടില്ല എന്നതുകൊണ്ടാണ് ബൈബിളിൽ പ്രത്യേകിച്ചും എടുത്തു പറയുന്നത്. അപ്പം നമുക്ക് തന്നെ ഇതൊരു വാർണിംഗ് ആകട്ടെ. അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്, നമ്മൾ കാണുമ്പോൾ നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റുന്ന കാര്യം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച പരാജയങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് സ്വയം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കും.